ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 42ാമത്തെ പാർട്ടാണേ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ഈ താടി ഒന്ന് വെട്ടി ഒതുക്കി കൂടെ താത്ത, ആകെ കാണാനിപ്പോൾ കാട്ടുമക്കാനെ പോലെ ഉണ്ട്. അവൻ്റെ താടി വലിച്ചുകൊണ്ട് വർണ്ണ പറഞ്ഞു. വെട്ടണോ? എന്നാ വെട്ടിയേക്കാം. ഞാൻ ഒന്ന് പുറത്ത് പോവാട്ടോ. എൻ്റെ കുട്ടി കൂറുമ്പൊന്നും കാണിക്കാതെ ഇവിടെ ഒതുങ്ങിയിരിക്കണം കേട്ടോ. പറഞ്ഞ തലയാട്ടി. ദത്തൻ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്ത് പുറത്തേക്ക് പോയി. ദത്തൻ പോയതും പറഞ്ഞ നേരെ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. കാണാൻ രസമൊക്കെയുണ്ട്. അവൾ കബോർഡിൽ നിന്ന് തൻ്റെ വാളയും മാലയും ഒക്കെ എടുത്തുള്ള ബോക്സ് പുറത്തെടുത്തു. കൺമഷി എഴുതി, ഐലൈനർ നീട്ടി എഴുതി, ഒരു കുഞ്ഞു പൊട്ടും വെച്ചു ചന്ദനം തൊട്ടു. ഉത്സവത്തിന് വാങ്ങിയ കരിവള 2 കയ്യിലിട്ടു. മുടി കൂളിപ്പിന്നിൽ കെട്ടി ജിമിക്ക് ഇട്ടു. ഇത്തിരി ഓവറായ? ഇല്ല, ഇത്തിരി ലിപ്സ്റ്റിക്ക് കൂടിയാവാം. അവൾ റോസ് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്ക് ചെറുതായിട്ടു. ഇപ്പം ശരിക്കും കഥയിലെ നായികയെ പോലെയായി. അവൾ കണ്ണാടി നോക്കി കളിയാക്കി പറഞ്ഞു. ശേഷം താഴേക്ക് നടന്നു. പാവാട അല്പം പൊന്തിച്ച് അവൾ സ്റ്റെയർ ഓടി ഇറങ്ങിയതും അവസാനത്തെ സ്റ്റെപ്പിൽ വെച്ച് പാവാടയും തടഞ്ഞ് ഇരിക്കക്കുത്ത അതാ കിടക്കണം താഴെ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. ആരും കണ്ടില്ല, അല്ലെങ്കിൽ നാണം കെട്ട് ചമ്മി നാറിയാനെ. അവൾ നടു ഒഴിഞ്ഞ് ചുറ്റും നോക്കി എണീറ്റതും വാതിലിനരികിലെ അതാ നിൽക്കുന്നു ശ്രീരാഘവം. അവൻ ചിരി അടക്കാനാവാതെ വാ പൊത്തി നിൽക്കുകയാണ്. ഇത് തന്നെയാണ് ഏതു സമയം പണി? 2 ദിവസം മുന്നേ നടു ഇടിച്ച് ഒരു വീഴ്ച വീണതല്ലേ ഉള്ളോ? മറുപടിയായി വർണ്ണ ഒന്ന് വളിച്ച ചിരി തിരിച്ച് അടുക്കളയിലേക്ക് ഓടി. ചെറിയമ്മയും അമ്മയും അവളുടെ വേഷം കണ്ടോന്ന് അത്ഭുതത്തോടെ നിന്നു. നന്നായിട്ടുണ്ട് മോളെ, അവളുടെ നെറുകയിൽ തലോടി ചെറിയമ്മ പറഞ്ഞു. അമ്മ തൻ്റെ സ്ഥായി ഭാവമായ മൗനവ്രതം തന്നെയാണ്. വർണ്ണ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഭദ്രയുടെ റൂമിലേക്ക് നടന്നു. വാതിൽ പതിയെ തുറന്ന് നോക്കിയത് 2 പേരും നല്ല പഠിപ്പിലാണ്. റൂമിലെ 2 ഭാഗത്തായി 2 സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിരുന്നാണ് 2 പേരെയും പഠിപ്പ്. വർണ്ണ പതിയെ അകത്തേക്ക് കയറി വന്നതും ഇരുവരും തല ഉയർത്തി നോക്കി. പഠിക്കുകയാണോ രണ്ടും? വർണ്ണ ബെഡിൽ വന്നിരുന്നു. മറ്റന്നൊരു എക്സാം ഉണ്ട്. ഭദ്രയും ശീലം അവളുടെ അരികിൽ വന്നിരുന്നു. അപ്പം നിങ്ങൾ സെം എക്സാം തുടങ്ങിയാ? ഇല്ല, ഇത് ക്ലാസ് ടെസ്റ്റാണ്. അതിനൊക്കെ നിങ്ങൾ പഠിക്കുമോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? പിന്നെ പഠിക്കണ്ടേ? മാർക്ക് പറഞ്ഞാൽ ചീത്ത പറയും. കഴിഞ്ഞ ടെസ്റ്റിന് എനിക്ക് 46ആയിരുന്നു 50. അതിന് എനിക്ക് കേൾക്കാത്ത ചീത്തയില്ല. ഭദ്ര പറയുന്ന കേട്ട് പറഞ്ഞ് ഞെട്ടിത്തരിച്ചു. 50ൽ 46 കിട്ടിയിട്ട് ചീത്തയാ? ഇവിടെ 50ൽ 6 കിട്ടിയാൽ പോലും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന എന്നോടാണ് ഇവർ ഈ പറയണേ. വർണ്ണ ആത്മഹതിച്ചു. വർണ്ണ എങ്ങനെയാ നന്നായി പഠിക്കുമല്ലോ അല്ലേ? ശീലുവിൻ്റെ ശബ്ദം കേട്ട് വർണ്ണ ഒന്ന് പതറി. മറുപടിയായി അവളൊന്ന് പതിയെ തലാട്ട് മാത്രം ചെയ്തു. അല്ല, നിങ്ങൾ എൻ്റെ പുതിയ ലുക്കിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, എങ്ങനെയുണ്ട്? വർണ്ണ വിഷയം മാറ്റാനായി പറഞ്ഞു. അപ്പോഴാണ് ശീലവും ഭദ്രനും വർണ്ണയുടെ ഡ്രസ്സ് ശ്രദ്ധിക്കുന്നത് പോലും. ആഹാ, നന്നായിട്ടുണ്ടല്ലോ. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? അതൊക്കെ ഉണ്ട്, എനിക്ക് ചില പ്ലാനുകളുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ ന്യൂ ലുക്ക്. എന്നാൽ നിങ്ങൾ പഠിച്ചോ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. വർണ്ണ ബെഡിൽ നിന്ന് എണീറ്റു. നിൽക്കു വർണ്ണ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, ശീലു പറഞ്ഞു. അവളെ ബെഡിലേക്ക് പിടിച്ചിരുത്തി. വർണ്ണയ്ക്ക് ഡിഗ്രിക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? റാങ്ക് ഉണ്ടായിരുന്നാ? ഭദ്ര ചോദിച്ചും വർണ്ണ ഒരു നിമിഷം എന്ത് പറയണമെന്ന് അറിയാതെ ഇരുന്നു. റാങ്കൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു. ആണോ? അത് നന്നായി. ഇവിടെ എല്ലാവരും പഠിപ്പിസ്റ്റാണ്. പിന്നെ ഇത്തിരി മോശം ഞങ്ങൾ 2 പേരാ. പഠിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളിലാണെങ്കിലും തറവാട്ടിലെ കുട്ടികൾ ഒന്നാമതായിരിക്കുമെന്ന് മുത്തശ്ശിക്ക് നിർബന്ധ. ഈശ്വര, ഞാൻ പെട്ടു. ഇങ്ങനെയാണ് എൻ്റെ സപ്ലിയുടെ എണ്ണറിഞ്ഞ് ഇവരൊക്കെ ബോധം കിട്ടു വീഴുമല്ലോ. വർണ്ണ ആത്മകഥിച്ചു. ദത്തൻ നന്നായിട്ട് പഠിക്കുമോ? പിന്നില്ലാതെ, ഏട്ടൻ നന്നായിട്ട് പഠിക്കും. സിവിൽ സർവീസ് എക്സാമിലെ ഏട്ടന് 10 റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ MSc മാത്സ് ആയിരുന്നു ഏട്ടൻ, അത് യൂണിവേഴ്സിറ്റി ടോപ്പർ. പാർത്തി ഏട്ടനും അതെ, നന്നായിട്ട് പഠിക്കും. പാറു ചേച്ചിയുടെ കാര്യം പിന്നെ പറയണ്ട, കോളേജ് ബ്യൂട്ടി, പഠിപ്പിസ്റ്റ്, പോരാത്തതിന് കലാതിലകം. പാർവതിയാ? അവൾക്ക് ഡാൻസ് ഒക്കെ അറിയോ? വർണ്ണ അത്ഭുതത്തോട് ചോദിച്ചു.
നന്നായിട്ട് കളിക്കും. ഞങ്ങൾക്ക് ഡാൻസ് അത്രയും താല്പര്യമില്ല, അതുകൊണ്ട് ഞാനും ബദ്രനെ നിമി ചേച്ചിയും പാട്ടാണ് പഠിച്ചത്. അതുകൂടെ കേട്ടതും വർണ്ണയുടെ മുഖം കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി. ഈ ഉള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ താൻ ഒന്നുമല്ല എന്ന് വരെ അവൾ ചിന്തിച്ചു. എന്നാൽ ഞാൻ റൂമിലേക്ക് പോവാട്ടോ. ആ സമയം അവർക്കിടയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണമെന്നേ ചിന്തയെ അവൾക്കുണ്ടായിരുന്നുള്ളൂ. നമുക്ക് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാന്നേ. വർണ്ണയേട്ടനും തമ്മിൽ എങ്ങനെയാ ആദ്യമായിട്ട് കണ്ടേ? എത്ര കൊല്ലമായി നിങ്ങളുടെ ലവ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ശീല ആകാംക്ഷയോട് ചോദിച്ചു. എന്താ ആദ്യമായിട്ട് കണ്ടതും ഞങ്ങളുടെ ലവ് സ്റ്റോറിയെ കുറിച്ച് ആലോചിച്ചത് അവൾക്ക് ചിരി വന്നു. പക്ഷേ അത് അവൾ പുറത്ത് കാണിച്ചില്ല. എൻ്റെ സ്റ്റോറി അവിടെ നിൽക്കട്ടെ. എൻ്റെ കല്യാണം കഴിഞ്ഞതാണല്ലോ. നിങ്ങളുടെ ലവേഴ്സിനെ കുറിച്ച് പറ. ഭദ്രേ, ഇങ്ങനെ മ്ലാനതയോടെ ഇരിക്കാതെ എന്നോട് പറ. ലവറുണ്ടോ? പറ പറ പറഞ്ഞ തിരിക്കു കുടച്ച് ചോദിച്ചു. ഉണ്ട്. ആണോ? എവിടെയാ? ഹീസ് ഫ്രം അതർ നേഷൻ. വേറെ നേഷനോ? അതെ, പക്ഷേ ഇമാജിനേഷനാന്ന് മാത്രം. ഒരു വെളിച്ച ചിരിയോടെ ശീലുവാണ് അത് പറഞ്ഞത്. അപ്പം നിങ്ങൾ സിംഗിൾസ് ആണോ? കോളേജിലായിട്ട് ആരുമില്ല എന്നാണോ? അറ്റ്ലീസ്റ്റ് ഒരു ക്രഷ് പോലും? വുമൻസ് കോളേജിൽ പഠിക്കുന്ന ഞങ്ങൾക്ക് അവിടുന്ന് ക്രഷ്. അവിടെ ആകെ ഉള്ളത് കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന കുറേ സാറുമാരും ടീച്ചേഴ്സുമാണ്. അയ്യോ, അത് കഷ്ടമായി പോയി. പക്ഷെ കോളേജിന് പുറത്ത് ചുള്ള ചേട്ടന്മാരുണ്ട്. നല്ല കഥയായി. മുത്തശ്ശി അങ്ങനെ അറിഞ്ഞാൽ ഞങ്ങൾ ജീവനോടെ കുഴിച്ചു മൂടും. അപ്പം എന്നാ പ്രേമിക്കണ്ട, വായി നോക്കാലോ. വർണ്ണയുടെ സംസാരം കേട്ട് ശീലവും ബദലും ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലാണ്. നിനക്കൊരു കാര്യം അറിയോ വർണ്ണ? ഞങ്ങൾ ഇവിടെ നിന്ന് ആകെ പുറത്തു പോകുന്നു കോളേജിലേക്കാ. വേറെ എവിടേക്ക് പോയാലും ഞങ്ങളുടെ കൂടെ പാർവതി ചേച്ചി കാണും. പിന്നത്തെ കാര്യം ഞങ്ങൾ പറയണ്ടല്ലോ. ചേച്ചി കൂടെയുള്ളപ്പോൾ ഞങ്ങളൊന്നും ആരും മൈൻഡ് ചെയ്യില്ല, ഭദ്ര പറഞ്ഞു. സോറി ഡിയേഴ്സ്, നിങ്ങളുടെ വിഷമം മറ്റാരേക്കാളും എനിക്ക് മനസ്സിലാവും. ഞാനും കുറച്ചു കാലം മുമ്പ് ഈ ഒരു അവസ്ഥ അനുഭവിച്ചാണ്. നിങ്ങളുടെ പാറു ചേച്ചിയെ പോലെ ഒരു ശാരീന സുന്ദരി ചേച്ചി എനിക്കും ഉണ്ട്. സാരല്ല, നിങ്ങളുടെ ഏട്ടത്തമ്മ എങ്ങനെ എത്തിയില്ലേ? ഞാൻ എല്ലാം ശരിയാക്കി തരാം. വേണമെങ്കിൽ എങ്ങനെ വായ നോക്കാമെന്ന് ഒരു ഡീറ്റെയിൽ ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തരാൻ ഞാൻ വേണിയോട് പറയാം. ഒരു 2 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് വേണി എല്ലാം പറഞ്ഞു തരും. അല്ല, പഠിപ്പിച്ചു തരും. നീ ഇത്രയും വലിയ കോഴിയാന്ന് ഞാൻ അറിഞ്ഞില്ല വർണ്ണ. ശീല് പറഞ്ഞൊന്ന് ചിരിച്ചു. ഇനി നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെല്ലാം അറിയാൻ കിടക്കണോ? നിങ്ങളുടെ ഏട്ടത്തിയും വന്ന സുമ്മാവാ, വർണ്ണ അഭിമാനത്തോടെ പറഞ്ഞു. ശീലവും ഭദ്രയും പൊട്ടിച്ചിരിച്ചു. നിങ്ങൾ എന്നെ വല്ലാതെ കളിയാക്കണ്ടാട്ടാ. ഈ കോഴിത്തരെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. വായനാട്ട് അതൊരു കലയാണ്. അതിൻ്റെതായ ചില റൂൾസ് എത്തിക്സ് ഒക്കെ ഉണ്ട്. ഓ പിന്നെ എത്തിക്സ് പോലും. ശീല് പുച്ഛിച്ചു. വേണ്ട വേണ്ട, അധികം പുച്ഛിക്കണ്ട. ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ, വർണ്ണ ഗൗരവത്തിൽ പറഞ്ഞു. എന്ത് എത്തിക്സ്? ഓൾ ഇന്ത്യ പിടക്കോഴി അസോസിയേഷൻ നിയമപ്രകാരം ഞങ്ങൾ ഒരിക്കലും കല്യാണം കഴിഞ്ഞ ചേട്ടന്മാർ വായ നോക്കില്ല. അത് ഞങ്ങളുടെ നിയമത്തിനെതിരാണ്. അതുപോലെ പഠിക്കുന്ന സാർ എത്ര വലിയ ചുള്ളനാണെങ്കിലും ഞങ്ങൾ മറ്റൊരു രീതിയിൽ നോക്കില്ല. മാതാപിതാ ഗുരു ദൈവം തിയറി ഫോളോ ചെയ്യുന്നവരാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ വായ നോക്കിയിരിക്കുന്ന ചേട്ടന്മാർ മറ്റൊരു പെൺകുട്ടിയായിട്ട് കമ്മിറ്റഡ് ആയ ഞങ്ങൾക്ക് പിന്നെ ആ ചേട്ടൻ സഹോദരനാണ്. മറ്റൊരു പ്രോപ്പർട്ടിയെ ഞങ്ങൾ വെറുതെ പോലും നോക്കില്ല. ഞങ്ങളുടെ നിയമപ്രകാരം അത് പാപമാണ്. വർണ്ണ പറയുന്നതെല്ലാം കേട്ട് വാ പൊളിച്ചിരിക്കുകയാണ് ശീലവും ഭദ്രയും. എന്നാൽ ശരി, നിങ്ങൾ ഇനി ഇരുന്ന് പഠിക്കും, ഞാൻ പോവാ. അത് വർണ്ണ പുറത്തേക്ക് പോവുകയും ചെയ്തു. റൂമിലെത്തിയിട്ടും വർണ്ണയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ശീലവും ഭദ്രയും പറഞ്ഞ കാര്യങ്ങൾ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. താൻ ഒരിക്കലും തത്തന് ചേർന്ന പെണ്ണല്ലേ? ഈ കുടുംബത്തിൽ അംഗമാവാൻ എനിക്കൊരു യോഗ്യതയില്ലേ? അവളുടെ മനസ്സിൽ 1000 ചോദ്യം നിറഞ്ഞു നിന്നു. അവസാനം അതിനുള്ള ഉത്തരം അവൾ തന്നെ സ്വയം കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ദത്തൻ്റെ പ്രണയം, അവൻ എന്നോടുള്ള സ്നേഹം, അതിൽ കൂടുതൽ യോഗ്യതയൊന്നും ഈ വീട്ടിൽ നിൽക്കാൻ തനിക്ക് വേണ്ട. ഈശ്വര, ഈ വീട്ടിൽ നിന്നും പോകുന്നവർ എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരല്ലേ? മിക്കവാറും സപ്ലി ഉണ്ടാവും. ഇവിടെയുള്ള പഠിപ്പുകൾ അതെങ്ങനെ അറിഞ്ഞാൽ ചമ്മി നാറും. അവൾ ടെൻഷനോടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവസാനം അവൾ ഒരാശ്വാസത്തിനായി അനുവിനെയും വേണിയെയും വിളിച്ചു. കോളെടുത്തതും വർണ്ണയുടെ ശബ്ദത്തിലെ മാറ്റം അനുവിനും വേണിക്കും മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കാരണം തിരക്കി.
വർണ്ണ ഒറ്റ ശാസ്ത്രി തന്നെ അവരോടെല്ലാം തുറന്നു പറഞ്ഞു. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തേ? അനുവിൻ്റെയും വേണിയുടെയും ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഇല്ലാതായപ്പോൾ വർണ്ണ ചോദിച്ചു. നിന്റെ സങ്കടത്തിനുള്ള കാരണം ഇതാണോ വർണ്ണ മോളെ? വേണി ചോദിച്ചു. വർണ്ണ ഒന്ന് മൂളി. ഇതിൽ സങ്കടപ്പെടാൻ എന്താ ഉള്ളേ? അനു ചോദിച്ചു. ഇല്ലേ? ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കടപ്പെടാൻ മാത്രമുള്ള ഒരു വിഷയം ഇതിലില്ല. അതും ഇത്രയും സില്ലി കാര്യത്തിന്. നമ്മൾക്ക് ഫീലാവാൻ മാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളുടെ സീനിയറായ ആ ചുള്ളൻ അരുൺ ചേട്ടനില്ലേ, ആ ചേട്ടന് ലൈൻ സെറ്റ് ആവണം, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ കല്യാണം കഴിയണം. ഇതെല്ലാം പോട്ടെ, അറ്റ്ലീസ്റ്റ് വായനോട്ട് ഇന്ത്യയിൽ നിയമപരമായ ഒരു കുറ്റമാവണം. ഇതൊന്നും നടക്കാത്ത പക്ഷം നമ്മൾ സ്വതന്ത്രരായ പക്ഷികളാണ് പറഞ്ഞ മോളെ, വേണി പറഞ്ഞു. അതെ, ഒരു കോഴിയെപ്പോലെ, അനു പറഞ്ഞു. അപ്പം ഞാൻ സങ്കടപ്പെടേണ്ട കാര്യമില്ല അല്ലേ? ഇല്ലടി, നമ്മളെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഓരോ സങ്കടങ്ങൾ ഉണ്ടാവണേ. നമ്മളായിട്ടിരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. നമ്മുടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നമ്മുടെ കയ്യിൽ തന്നെയാണ്. അനു പറഞ്ഞ് നിർത്തിയതും വർണ്ണയും വേണിയും കൈയടിച്ചു. നീയൊരു സംഭവമാണ് അനുമോളെ, ഇജാതി മോട്ടിവേഷൻ. അനുരാധ എന്ന സുമ്മാവാ, നീ ഹാപ്പി ആയിട്ടിരിക്കും പറഞ്ഞ. പിന്നെ അസൈൻമെൻറ്റിൻ്റെ കാര്യം മറക്കണ്ട കേട്ടാ. അനുവിനോടും വേണിയോടും കുറച്ചു നേരം സംസാരിച്ചപ്പോഴേക്കും വർണ്ണയുടെ എല്ലാ സങ്കടവും മാറിയിരുന്നു. ഉച്ചയ്ക്ക് താത്താൻ വീട്ടിലേക്ക് വന്നില്ല. ഫോൺ ചെയ്തപ്പോൾ വൈകുന്നേരമേ എത്തൂ എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നാമം ചൊല്ലാൻ അറിയില്ല എന്ന കാരണം മുത്തശ്ശിയുടെ മുന്നിൽ തല കുനിച്ചിരിക്കേണ്ടി വന്നതിനാൽ വർണ്ണ യൂട്യൂബ് നോക്കി ഒരു ശ്ലോകം കയ്യിൽ എഴുതി വയ്ക്കാൻ തീരുമാനിച്ചു. അവള് ടേബിളിന് മുകളിലായി വെച്ച് ഫോൺ വെച്ച് യൂട്യൂബ് നോക്കി കയ്യിൽ എഴുതുമ്പോഴാണ് ദത്തൻ റൂമിലേക്ക് കയറി വന്നത്. അവനെ കണ്ടതും വർണ്ണ കൈ പിന്നിലേക്ക് മറച്ചു പിടിച്ചു. എന്താ കുഞ്ഞൊരു കള്ളത്തരം? അവൻ ഡോറ് ചാരി വെച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലേ ദത്ത, ഞാൻ വെറുതെ ഓരോ വീഡിയോസ് കാണുമായിരുന്നു. ആണോ? അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവൻ ചോദിച്ചു. അതെ ദത്ത. അത് കേട്ടതും ദത്തൻ അവളെ വട്ടം പിടിച്ച് പിന്നിലേക്ക് മറച്ചു വെച്ചിരിക്കുന്ന കൈയിലേക്ക് നോക്കി. ദത്തൻ മനസ്സിലാവാതെ ചോദിച്ചു. ഇതെന്തോന്നാടി? ഇതൊരു മന്ത്രമാ ദത്ത, വൈകുന്നേരം വിളക്ക് വയ്ക്കുമ്പോൾ ചൊല്ലാനാണ്. അതിനെന്തിനാ കയ്യിലെഴുതി വെക്കണേ? എനിക്കിതൊന്നും അറിയില്ല, അപ്പം നോക്കി വായിക്കാനാ, പറഞ്ഞൊരു വളിച്ച ചിരിയോടെ പറഞ്ഞു. ഇതാ 5-6 വരെയല്ലേ ഉള്ളോ, അപ്പം അതങ്ങ് കാണാതെ പഠിച്ചാൽ പോരെ? എനിക്കതിനൊന്നും വയ്യ ദത്ത, ഇതാകുമ്പോൾ നോക്കി അങ്ങ് വായിച്ചാൽ മതിയല്ലോ. അയ്യോ സമയാവുന്നു, കുറച്ച് കഴിഞ്ഞാൽ വിളക്ക് വയ്ക്കാൻ സമയാവും. അത് പറഞ്ഞ കയ്യിൽ തിരക്ക് പിടിച്ച് എഴുതാൻ തുടങ്ങി. എങ്ങിതാ ഞാൻ എഴുതി തരാം. അത് വർണ്ണയെ ചേരയിൽ നിന്ന് എണീപ്പിച്ച് ദത്തനിരുന്നു. ശേഷം വർണ്ണയെ തൻ്റെ മടിയിലേക്ക് ഇരുത്തി തൻ്റെ ഒരു കൈയിൻ്റെ മേലായി അവളുടെ കൈ വെച്ച് അവൻ എഴുതാൻ തുടങ്ങി. നിനക്കിതൊക്കെ കാണാതെ അറിയോ ദത്ത? അവൻ്റെ തോളിൽ താടി കുത്തിക്കൊണ്ട് ഫോണിൽ പോലും നോക്കാതെ എഴുതുന്നത് കണ്ട് വർണ്ണ ചോദിച്ചു. ചെറുപ്പത്തിൽ മുത്തശ്ശി പഠിപ്പിച്ചു തന്നതാ, എഴുതുന്നതിനിടയിൽ ദത്തൻ പറഞ്ഞു. ദത്തൻ എഴുതുന്ന നോക്കി അവിടെ ഇരുന്നു. ചെറിയ അക്ഷരങ്ങളായാണ് എഴുതുന്നത്, അതും നല്ല ഭംഗിയിൽ. അത് നോക്കിയാണ് പറഞ്ഞിരുന്നതെങ്കിലും പതിയെ അവളുടെ ശ്രദ്ധ മാറാൻ തുടങ്ങിയിരുന്നു. ദത്തൻ്റെ സ്പർശനം, അവൻ്റെ സാമീപ്യം, കഴുത്തിൽ പതിക്കുന്ന അവൻ്റെ നിശ്വാസം, വിയർപ്പ് കലർന്ന അവൻ്റെ ഗന്ധം പതിയെ അവളുടെ മാറ്റങ്ങളിൽ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ബായ്.